നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങൾ ഒക്കെ ചെയ്തോളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് വളരെ തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടും മറ്റും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നതിന് അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം ആണത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2026 ജൂൺ മാസത്തെ ഫലപ്രവചനങ്ങളൊന്ന് വിശദമായിട്ട് നോക്കാം. രാശിചക്രത്തിലെ 6ാമത്തെ നക്ഷത്രമാണ് തിരുവാതിര. ഇത് പൂർണ്ണമായും മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതും പ്രപഞ്ചത്തിൻ്റെ വടക്കൻ നോഡ് ആയിട്ടുള്ള രാഹു അധിപനായതുമായ ഒരു നക്ഷത്രമാണ്. പരമശിവന്റെ രൗദ്രവും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമായ രൂപമായ രുദ്രനാണ് ഇതിൻ്റെ അധിദേവത. ഒരു കണ്ണുനീർത്തുള്ളി അല്ലെങ്കിൽ വൈരക്കല്ല് അടയാളപ്പെടുത്തുന്ന ഈ നക്ഷത്രം കടുത്ത പ്രതിസന്ധികൾക്ക് ശേഷം ഉണ്ടാകുന്ന വൈകാരികമായ ശുദ്ധീകരണത്തെയും അതോടൊപ്പം ബുദ്ധിശക്തിയുടെ മികച്ച തിളക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും തിരുവാതിര നക്ഷത്രക്കാരനുമായ ജോർജ് ഓർവെൽ തൻ്റെ കൃതികളിലൂടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ വ്യക്തത പലപ്പോഴും ഉണ്ടാകുന്നത് കൊടുങ്കാറ്റിനെ നേരിട്ട് അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നമ്മൾ കാണിക്കുമ്പോൾ മാത്രമാണ്. അത് നിങ്ങൾ ഒന്ന് ഉൾക്കൊള്ളുന്നത് നന്നായിരിക്കും. നിങ്ങളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിലുള്ള സാധ്യതകളെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുന്നത്. നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളൊന്ന് ഓർത്തോളൂ. നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുവാൻ പാടില്ല. അതിനെ അഭിമുഖീകരിക്കുക, ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനുള്ള കഴിവ് ഉണ്ട്. നിങ്ങൾ വളരെ കഴിവുള്ള ആളുകളാണ്. അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചോളുക. ഇനി 2026 ജൂൺ മാസത്തിൽ എന്താണ് പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ അനുകൂലമായ സ്ഥാനങ്ങളിലൂടെ അതിവേഗം സഞ്ചരിക്കുകയും മാസത്തിൻ്റെ മധ്യത്തോടെ സൂര്യനോടൊപ്പം നിങ്ങളുടെ 1ാം ഭാവമായ മിഥുനം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ നക്ഷത്രത്തിന് മുകളിലായി അതീവ ശുഭകരമായ ഒരു ബുധാദിത്യ യോഗം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹു പുതിയതും വേറിട്ടതുമായ ആശയങ്ങൾ നൽകുവാൻ തക്കവണ്ണമാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉരുത്തിരിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ ശാന്തവും സംരക്ഷണപരവുമായ ദൃഷ്ടി ശക്തമായ കാറ്റടിക്കുമ്പോഴും നിങ്ങളുടെ വേരുകൾ അടിയുറച്ച് നിൽക്കുമെന്ന് ഉറപ്പാക്കുന്നു. അതായത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ഇനി ഔദ്യോഗിക ജീവിതവും തൊഴിലിലേക്കും വരാം. 2026 ജൂൺ മാസം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ഊർജ്ജസ്വലമായ ഒരു ഘട്ടം കൊണ്ടുവരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ജന്മരാശിയിലെ സൂര്യൻ്റെയും ബുധൻ്റെയും സംയോജനം ഒരു പ്രപഞ്ച വെളിച്ചമായി പ്രവർത്തിക്കുകയും അത് നിങ്ങളുടെ ആശയവിനിമയ ശേഷി, തന്ത്രപരമായ ചിന്ത, അവതരണ മികവ് എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ നല്ല ഒരു അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ അവസ്ഥ നിങ്ങൾ വളരെ നന്നായി ഒന്ന് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ സർഗാത്മകമായ മേഖലകൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ പൊതുജന സമ്പർക്കം മുതലായ മേഖലകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഈ മാസം മികച്ച ഒരു അവസരം തന്നെ നിങ്ങൾക്ക് പ്രകൃതി ഒരുക്കി തരുന്നതാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആപ്പിൾ സ്ഥാപകനായിരുന്ന സ്റ്റീവ് ജോബ്സ്, അദ്ദേഹം ഈ നക്ഷത്രക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ മൂർച്ചയുള്ളതും അന്വേഷണാത്മകവുമായ ബുദ്ധിശക്തി ഉപയോഗിച്ചാണ് സാങ്കേതിക വിദ്യയുമായുള്ള ലോകത്തിൻ്റെ ഇടപെടലുകളെ പൂർണ്ണമായി മാറ്റി എഴുതിയത്. അതായത് മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ആപ്പിൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് മറ്റുള്ള അത് സമാനമായ പ്രോഡക്റ്റുകളുടെ ഒരു രീതിയിലല്ല അതുള്ളത്. അത് വളരെ വേറിട്ട ഒരു രീതിയിലുള്ള ചിന്തയിലാണ്. അതിൻ്റെ ഡിസൈൻ പോലും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതികളും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ആ ഒരു വ്യത്യസ്തതയാണ് അതിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കി
നിർത്തിയെന്ന് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങളുടെ ജീവിതത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഞാനത് പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. അത്തരത്തിലുള്ള വേറിട്ട ചിന്തകൾ കൊണ്ടുവരാനുള്ള അത്രയും മാനസിക ശക്തിയും അത്രയും കഴിവും പ്രകൃതി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. നിങ്ങളെ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രോജക്റ്റ് പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ട് ആരംഭിക്കാനോ ഉള്ള ശക്തമായൊരു പ്രേരണ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടായേക്കാം. അത്തരം പ്രേരണകൾ നിങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ധൈര്യമായി ഇതിലേക്ക് ഇറങ്ങുക. ഇനി എനിക്ക് ഇതിഹാസങ്ങളിൽ നിന്നൊരു പാഠം പറയുവാണെങ്കിൽ, മഹാഭാരതത്തിലെ ധീരനായ കർണൻ, അദ്ദേഹം പലപ്പോഴും തിരുവാതിരയുടെ തീവ്രവും സ്വയം പരിവർത്തനം ചെയ്യുന്നതുമായുള്ള ഊർജവുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വ്യക്തിജീവിതത്തിൽ കടുത്ത കൊടുങ്കാറ്റുകളെയൊക്കെ നേരിട്ടെങ്കിലും തൻ്റെ കഴിവിനോടുള്ള സമർപ്പണവും അചഞ്ചലമായ ദൃഢനിശ്ചയവും അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റി. അല്ലെ, അദ്ദേഹത്തെ എല്ലാവരും ഇന്നും ഓർത്തിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹം എത്രയോ പ്രതിസന്ധികളെ അതിജീവിച്ചു പോലും അദ്ദേഹം വളരെ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ഇന്നും എല്ലാവരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. ഈ മാസം ഓഫീസിലെ ചെറിയ രാഷ്ട്രീയങ്ങളോ തുടക്കത്തിലെ കാലതാമസങ്ങളോ കണ്ട് മടുക്കരുത്. നിങ്ങളുടെ സവിശേഷമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ യോഗ്യതകൾ മികച്ച രീതിയിൽ തിളങ്ങി നിൽക്കുന്നതാണ്. അതായത് എന്താ വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ഈ ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വർക്കൗട്ട് ആകും, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓഫീസിൽ നടക്കുന്ന അത്തരത്തിലുള്ള പൊളിറ്റിക്കലോ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊന്നും നിങ്ങൾ അതിൽ ചെവി കൊടുക്കുകയേ ആവശ്യമില്ല. നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് അവസരം വരുന്നൊരു മാസമാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രോജക്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ്. ഇനി ധനകാര്യവും സമ്പത്തും. സാമ്പത്തികമായി ജൂൺ മാസം തന്ത്രപരമായ ഒരു പുനഃക്രമീകരണങ്ങളുടെ ഒരു മാസമാണ്. വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി കാരണം വരുമാന സ്രോതസ്സുകൾ സ്ഥിരമായിരിക്കുമെങ്കിലും നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹു നിങ്ങളെ പെട്ടെന്ന് സമ്പാദ്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിച്ചേക്കാം. നിങ്ങളുടെ അക്കൗണ്ടുകൾ കൃത്യമാക്കാനും ചെറിയ കടങ്ങൾ വീട്ടുവാനും ദീർഘകാല നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യാനും ഇത് നല്ലൊരു സമയമാണ്. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ ഒഴിവാക്കുക. അതായത് നിങ്ങൾ ഈ ജൂണിൽ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്നുള്ള നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഇതുവരെയുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇത് ചിന്തിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള റിട്ടേൺ തരാത്ത കാര്യങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മറ്റൊരു ഇതിലേക്ക് മാറാൻ പറ്റിയ ഒരു അവസ്ഥയിലുള്ള നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊരു വിദഗ്ധ അഭിപ്രായമൊക്കെ എടുത്തിട്ട് അത് അനുസരിച്ച് അത് പുനഃക്രമീകരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ കൊടുക്കേണ്ട സമയം അടുത്ത് വരികയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ നിക്ഷേപങ്ങളും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം കൃത്യമായിട്ടൊന്ന് അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ്, നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കാനും ഒക്കെ ഈ ഒരു മാസം ഉപയോഗിച്ചാൽ അത് നന്നായിരിക്കും. പ്രത്യേകിച്ച് അതിനുള്ള ഒരു സമയമാണിത്. ഇനി അതായത് നിങ്ങളുടെ അതായത് തിരുവാതിര നക്ഷത്രക്കാരനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പം അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളൊക്കെ കണ്ടെത്തിയതുപോലെ അതീവ സൂക്ഷ്മവും വിശകലനാത്മകവുമായ ആസൂത്രണങ്ങളോട് കൂടി മാത്രമേ ഈ സമയത്തെ സമ്പത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സമ്പത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ വളരെ സൂക്ഷ്മത പുലർത്തി വേണം അതിൽ ചെയ്യാനെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള റിട്ടേൺ കിട്ടത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് എന്തെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റോ എന്തെങ്കിലും ഓഫറുകളിൽ കൊണ്ട് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നിക്ഷേപ പദ്ധതികളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും റിക്കറിംഗ് ആയിട്ടുള്ള ഇതിലൊക്കെയോ എന്തെങ്കിലും വ്യക്തിബന്ധങ്ങളുടെ പുറത്തെ കാര്യങ്ങളും വന്ന് നിർബന്ധിച്ച് ചാടിക്കയറി ചെയ്യരുത്. നിങ്ങളത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഊഹക്കച്ചവടവും മാർക്കറ്റും ഒക്കെ നോക്കിയാൽ മിഥുന രാശിയുടെ മൂർച്ചയുള്ള ബുദ്ധിശക്തി ഇപ്പോൾ സജീവമായിരിക്കുന്നതിനാൽ വിപണിയിലെ ചലനങ്ങൾ വിശകലനം ചെയ്യുവാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ കൂടുതലായിരിക്കും. എന്നിരുന്നാലും രുദ്രൻ ഈ നക്ഷത്രത്തെ ഭരിക്കുന്നതിനാൽ പെട്ടെന്നുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളെ ബാധിച്ചേക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓഹരി വിപണിയിലോ ട്രേഡിങ്ങിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ അതിനെ ഒരു ചെസ് കളി പോലെ കാണുക. അമിതമായ ആവേശത്തിന് അടിപ്പെടാതെ കൃത്യമായ ഡാറ്റ, അതോടൊപ്പം തന്നെ യുക്തി, മുൻകാല രീതികൾ എന്നിവയെ മാത്രം ആശ്രയിക്കുക. മാസത്തിന്റെ മധ്യത്തിൽ വിപണിയിൽ എന്തെങ്കിലും ഒരു ഇടിവോ മറ്റോ ഉണ്ടായാൽ പരിഭ്രാന്തരായി ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു രീതി അഭികാമ്യമല്ല. താൽക്കാലികമായ അസ്വസ്ഥതകൾ മാറി ആകാശം തെളിയുമ്പോൾ വരാനിരിക്കുന്ന വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിശക്തി വളരെയധികം നന്നായിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം അത് വിശകലനം ചെയ്യാൻ നിങ്ങൾക്കത് ഒരു കഴിവുണ്ടായിരിക്കും. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
പക്ഷേ നിങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിഭ്രാന്തരായിട്ട് ഓഹരി വിറ്റഴിക്കാനൊക്കെ മാറ്റിയാൽ പിന്നീട് സമയം അനുകൂലമാകുമ്പോൾ മുൻപോട്ട് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപക്ഷെ നിങ്ങൾക്കൊരു എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നാനുള്ള ഒരു സാധ്യതയാണ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുക. ഓക്കെ, ഇനി കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഴത്തിലുള്ള സഹാനുഭൂതിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും എപ്പോഴും സത്യം മാത്രം ആഗ്രഹിക്കുന്ന സ്വഭാവം കാരണം ഇവർ ബാഹ്യമായ പുകഴ്ത്തലുകളേക്കാൾ ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കാണ് വില കൽപ്പിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളി ഈ ഒരു നക്ഷത്രത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അവരൊരു പക്ഷേ നിങ്ങളോടൊരു സ്നേഹം പ്രകടിപ്പിച്ചെന്നൊന്നും വരില്ല, പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള സ്നേഹം വളരെ അഗാധവും വളരെ കാമ്പുള്ളതുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് അവരുടെ സ്വഭാവമാണ്. അത് പ്രകടനാത്മകതയിൽ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ അങ്ങനെ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ അവരുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുടുംബ ബന്ധം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇനി അവർക്ക് എപ്പോഴും സത്യം മാത്രം ആഗ്രഹിക്കുന്നൊരു സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ ഈ തമാശകളൊക്കെ അവരോട് പറയുമ്പോൾ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അത് അതിര് കടന്നു പോകാതിരിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി മാസത്തിൻ്റെ മധ്യത്തിലെ ഗ്രഹമാറ്റങ്ങൾ വീട്ടിൽ സ്നേഹോഷ്മളവും സജീവവുമായ സംഭാഷണങ്ങൾക്ക് വഴി തുറക്കും. പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ചിരിക്കുവാനും പഴയ കഥകൾ പങ്കുവയ്ക്കാനും മുൻകാലങ്ങളിലെ തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ ഇത് മികച്ചൊരു സമയമാണ്. നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള ഒരു ചെറിയ സംഭാഷണം ദീർഘകാലത്തെ അകൽച്ചകൾ ഇല്ലാതാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിവാഹമോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾക്കൊക്കെ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക. അത് പ്രത്യേകിച്ച് അത്തരം അവസരങ്ങളിലാണല്ലോ നമുക്ക് കൂടുതൽ കണ്ടുമുട്ടാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറ്റാനും ഒക്കെ ഇപ്പം അനുകൂലമാണ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഞാനെങ്ങനെ അങ്ങോട്ട് പോയാൽ അവരെ അക്സെപ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അവരെ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അത് പരിഹരിക്കുക. അതാണ് എപ്പോഴും നന്നായിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഒരു അവസരമായിട്ട് ഉപയോഗിക്കാം. ഇനി പ്രണയ കാര്യങ്ങളിലേക്കൊക്കെ വന്നാൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശക്തിയെ വെല്ലുവിളിക്കുന്നതും അർത്ഥവത്തായ ചിന്തകൾ പങ്കുവയ്ക്കുന്നതുമായ ഒരാളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. വിവാഹിതരോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലുള്ള അവരോ ആയ വ്യക്തികൾ ക്ഷമ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൈകാരികമായി ദേഷ്യം വരുമ്പോൾ കഠിനമായ മറുപടി നൽകുന്നതിനേക്കാൾ താൽക്കാലികമായി ശാന്തനായി ഇരിക്കുന്നത് വലിയ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ സഹായിക്കും. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു വളരെയധികം ബുദ്ധിശക്തിയും അല്ലെങ്കിൽ അത്തരം കേപ്പബിലിറ്റിയൊക്കെ ഉള്ള ഒരാളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സാധ്യത കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അർത്ഥവത്തായ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളി, അവരിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുവാനൊരു സാധ്യതയുണ്ട്. അതായത് ബൗദ്ധികമായ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളുമായിട്ടായിരിക്കും ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിൽ ആൾറെഡി ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാക്കുകൾ ഒരല്പം കഠിനമായി പോകാതെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾ അവരോട് എന്തെങ്കിലും കടുത്ത ഭാഷയിൽ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് പെട്ടെന്ന് പറയാതെ നിങ്ങളതിന് കുറച്ചല്പം സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരല്പം മയത്തിൽ അത് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ആ ബന്ധത്തെ അത് ബാധിക്കാതിരിക്കുവാനോ അത് സാധിക്കും. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ മാസം മനസ്സിൽ വച്ചുകൊള്ളുക. ഇനി ആരോഗ്യവും ക്ഷേമവും. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ പ്രതീകമായ കണ്ണുനീർ തുള്ളി വൈകാരികമായ ഒരു ശുദ്ധീകരണത്തെയാണ്, അല്ലെങ്കിൽ നമുക്ക് എമോഷണൽ ഡീറ്റോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളെ അലട്ടിയ മാനസിക സമ്മർദ്ദങ്ങളോ തളർച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം മനസ്സിൽ നിന്ന് കഴുകിക്കളയുവാൻ ജൂൺ മാസം സഹായിക്കുന്നതാണ്. ശാരീരികമായ നിങ്ങളുടെ നാഡീവ്യവസ്ഥയ്ക്കും ശ്വാസകോശ ആരോഗ്യത്തിനും പ്രത്യേകമായ ശ്രദ്ധ നൽകുക. നിങ്ങളുടെ ദിനചര്യയിൽ മനസ്സിന് ശാന്തി നൽകുന്ന ശീലങ്ങൾ ഉൾപ്പെടുത്തുക. പ്രകൃതിയോടൊപ്പം നടക്കുക, പ്രാണായാമം പോലെയുള്ള ശ്വസനക്രിയകൾ പരിശീലിക്കുക, അല്ലെങ്കിൽ കല, സംഗീതം, എഴുത്ത് എന്നിവയ്ക്കായിട്ട് സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ തിരിച്ചുവിടാൻ സഹായിക്കുക. അതായത് ആരോഗ്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ നാഡീവ്യവസ്ഥയും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഈ അതായത് അതിന് പ്രധാനമായുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കാനും നിങ്ങളുടെ ഓഫീസിലൊക്കെ ജിമ്മോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് പോയിട്ട് സമയം കുറച്ച് ചെലവഴിക്കാനും ഒക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ ഈ മൂവ്മെൻറ്റ് കുറഞ്ഞിരിക്കുന്നവർക്കാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതുപോലെ ഈ പ്രാണായാമം പോലുള്ള ശ്വസന വ്യായാമങ്ങളൊക്കെ പരിശീലിക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദീർഘകാലമായിട്ട് എന്തെങ്കിലും കലാപരമായിട്ടൊക്കെ എന്തെങ്കിലും കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലേക്ക് ഒരല്പം ഹോബി ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഈ സംഗീതം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും എഴുത്തോ മറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റൽ മീഡിയയിലും ആകാമല്ലോ, അല്ലെങ്കിൽ സാമൂഹ്യ വെബ്സൈറ്റുകളിലൊക്കെ ആകാമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള സോഷ്യൽ മീഡിയയിലോ ഒക്കെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് എടുത്താൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നാണ് കാണുന്നത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതായത് പുതുക്കുക, പുനഃക്രമീകരിക്കുക. അത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രൊഫഷണലായിട്ടുള്ള പ്രൊഫൈലുകൾ പുതുക്കുക. ദീർഘകാലമായി മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാനുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു പബ്ലിഷ് ചെയ്യാനോ ഒക്കെ വിചാരിച്ചിരിപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതായത് നിങ്ങളെ ഒരു ജോലിയിൽ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഇത്തരം ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങളുടെ ബയോഡാറ്റ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ ഫോർമാറ്റ് ഒരുപക്ഷെ വളരെ പഴയ രീതിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ പുതിയ രീതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് ആ രീതിയിലൊന്ന് പുനഃക്രമീകരിച്ച് നിങ്ങളത് അവിടെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അത് നിങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം മിസ്സാക്കുമ്പോൾ ഒരു പക്ഷേ അത് നിങ്ങൾക്കുള്ള ഒരു അവസരം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അതൊരു പ്രധാനമായ കാര്യം. ഇനി ബിസിനസ്സിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ തരത്തിലുള്ള ഒരു ബിസിനസ് തന്ത്രങ്ങളൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ബിസിനസ്സിൽ വിജയിക്കുന്നത് എപ്പോഴാണ് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നവരാണ് എപ്പോഴും ബിസിനസ്സിൽ വിജയിക്കുന്നത്. അത് അങ്ങനെയാണത്. കാരണം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പിന്നീട് ഒരു അവസരം ഉണ്ടായിരിക്കുമെന്ന് ആരാണോ മുൻകൂട്ടി കാണുന്നത് അവരായിരിക്കും ആ ബിസിനസ്സിൽ വിജയിക്കുന്നത്. അതേസമയം നമ്മളുടെ കാര്യങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരുപക്ഷെ നമുക്കതിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കില്ല. അപ്പോൾ അത് ബിസിനസ്സുകാരെ എപ്പോഴും അത് മനസ്സിൽ വയ്ക്കേണ്ട കാര്യമാണ്. എന്ത് കാര്യത്തിലാണ് നമ്മൾ ഭാവിയിൽ സാധ്യത ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് വേണം നിങ്ങളെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കാൻ. നിലവിലുള്ള ബിസിനസ് നടത്തി പോകുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പൊതുവേ നാട്ടിൽ കാണുന്ന ഒരു സങ്കടകരമായ ഒരു കാര്യം, പണ്ടുണ്ടായിരുന്ന പല പരമ്പരാഗത വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന പല ചെറുകിട ആയിട്ട് ബിസിനസ്സുകാർക്കൊക്കെ ഇപ്പോൾ വളരെ സാമ്പത്തികമായി മോശമാണ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത്തെ ആധുനിക ട്രേഡിംഗ് രീതികളും അല്ലെങ്കിൽ അത്തരം ആളുകളുടെ വാങ്ങൽ രീതികളിലുമൊക്കെ ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചുവടുകൾ മാറ്റുവാൻ അവർക്ക് നിർഭാഗ്യവശാൽ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഊർജ്ജസ്വലരായിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് ആ വളർച്ച ഒരുപക്ഷെ കിട്ടിയെന്ന് വരികത്തില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആഴത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള സാങ്കേതികമായ കഴിവുകൾ, പുതിയ കാര്യങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ആളല്ലെങ്കിൽ വിദ്യാർത്ഥിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽ സെറ്റ് പഠിച്ചോ, നിങ്ങൾക്ക് ഇപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നാളുകളായിട്ട് കാരണം എനിക്ക് ധാരാളം അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് ജോലി കിട്ടാതെ വരുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ നിരന്തരമായിട്ട് നിങ്ങളൊരു പ്രത്യേക മേഖലയിൽ നിന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്, എന്തോ ഒരു പോരാഴിക നിങ്ങൾക്കതിൽ ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള എന്താണ് ട്രെൻഡെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അധിക യോഗ്യത എടുത്ത് നിങ്ങളത് നിങ്ങളുടെ ബയോഡാറ്റയിൽ ചേർത്ത് അത് ഇത്തരം ജോലി അന്വേഷക സൈറ്റുകളിൽ നിങ്ങൾ കൊടുത്താൽ
നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഒരു ഫലമുണ്ട്. അത് അത്തരം കുട്ടികൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം എനിക്ക് അത്തരം കുട്ടികൾ ധാരാളമായിട്ട് എനിക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ പുതിയ സ്കിൽ സെറ്റുകൾ നിങ്ങൾ ആർജിക്കുക. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് പല മേഖലകളിലും കൃത്രിമ ബുദ്ധിയുടെ കടന്നുവരവോടുകൂടി പല മേഖലകളും പരമ്പരാഗതമായിട്ടുള്ള മേഖലകളിലേക്കും നമുക്ക് ഭീഷണികളുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്തോളുക. അത് കാരണം നിങ്ങളുടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ശേഷി ഇപ്പോൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി വ്യക്തമായ ഒരു ആശയവിനിമയത്തിൻ്റെ ആവശ്യകത. അനുകൂലമായ ഈ നിങ്ങളുടെ ഈ ബുധൻ മാറ്റത്തിൻ്റെ സമയം നിങ്ങളുടെ ആശയങ്ങൾ മേലുദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ വലിയൊരു സമൂഹത്തിന് മുന്നിലോ അവതരിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അതായത് നിങ്ങളുടെ പ്രവർത്തിക്കുന്ന കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് പുതിയ ആശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഒട്ടും നിങ്ങൾ സങ്കോചപ്പെടേണ്ട. നിങ്ങൾ നേരെ അതിനെ ഒരു പദ്ധതിയായി അത് രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻ്റോ അല്ലെങ്കിൽ അത്രയും വിശദീകരിച്ച് നിങ്ങളുടെ മാനേജറുടെ മുന്നിൽ അത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അധ്യാപകരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ അത് അവതരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഇനി ഒഴിവാക്കേണ്ട കാര്യങ്ങളിലേക്ക് വന്നാൽ വൈകാരികമായ ഒരു ദേഷ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, താൽക്കാലികമായി ഉണ്ടാകുന്ന ദേഷ്യം കാരണം കുടുംബാംഗങ്ങളോടോ സഹപ്രവർത്തകരോടൊക്കെ മോശമായിട്ട് ഒരിക്കലും പെരുമാറരുത്. അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള സാമ്പത്തികമായ നിക്ഷേപങ്ങൾ ഒരിക്കലും പാടില്ല. ഇനി കൃത്യമായി ഉറപ്പില്ലാത്ത സാമ്പത്തിക പദ്ധതികളിൽ നിന്നുള്ള ഊഹക്കച്ചവട റിസ്കുകളിൽ നിന്നോ പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പരാജയ മനോഭാവം, അല്ലെങ്കിൽ എനിക്കെല്ലാം തോറ്റുപോയി അങ്ങനെയുള്ള വിചാരമൊന്നും വേണ്ട. പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു വാതിലടഞ്ഞാൽ വിഷമിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നുന്നു ഒന്നും വർക്കൗട്ട് ആവുന്നില്ലെന്നൊരു തോന്നലുണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ കഴിവിന് അനുയോജ്യമല്ലാത്ത ഒന്നിനെ രുദ്രൻ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റിത്തരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഒന്നൊരു ചെറിയൊരു ഇതുണ്ടാവും. എന്നാലും അത് ഭാവിയിൽ അത് നന്നായിട്ട് മറ്റുള്ള സമയങ്ങളിൽ അത് നന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇനി സുഗമമായ ജീവിതത്തിനുള്ള ചില പരിഹാരങ്ങളൊക്കെ ഒന്ന് പറയാം. രാഹുവിൻ്റെയും രുദ്രൻ്റെയും തീവ്രമായ ഊർജ്ജത്തെ വലിയ നല്ല ഫലങ്ങളിലേക്ക് മാറ്റാൻ ഈ ലളിതമായ ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ഒന്ന്, മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക. തിങ്കളാഴ്ചകളിൽ ഈ മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം ഭഗവാൻ ശിവനെ ധ്യാനിച്ച് ശാന്തമായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയൊരു മാനസിക സമാധാനം നിങ്ങൾക്ക് നൽകും. ഇനി നെല്ലിമരത്തെ ആംല അതിനെ ആദരിക്കുക എന്നുള്ളത് ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി തിരുവാതിര നക്ഷത്രത്തിൻ്റെ പവിത്രമായ വൃക്ഷം നെല്ലി മരമാണ്. അതുകൊണ്ടാണത് പറഞ്ഞത്. ഇനി അതോടൊപ്പം തന്നെ പച്ച നിറത്തിലുള്ളതും ആരോഗ്യപ്രദവുമായ ഭക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതോ അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ഒക്കെ നിങ്ങളുടെ നക്ഷത്ര ഊർജ്ജത്തെ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും. അതായത് ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും അത്തരം ഗ്രീൻ സലാഡ്സോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലഞ്ചിനൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഇനി അടുത്തത് നിങ്ങളുടെ എന്തെങ്കിലും ഇത്തരം ഈ സന്നദ്ധ സംഘടനകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിലോ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഏർപ്പെടുക. അത് നിങ്ങളുടെ നക്ഷത്ര ഊർജ്ജത്തെ വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകും. അതോടൊപ്പം തന്നെ സ്വാർത്ഥതയില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും CSR ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായി നിങ്ങൾ ശ്രമിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കതും ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിൽ എന്തെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയം ആ കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠന സാമഗ്രികളോ യൂണിഫോം ഇതൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അത് നിങ്ങളുടെ ഓഫീസിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ മക്കൾക്കോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കൂട്ടായിട്ടൊരു ഫണ്ട് സ്വരൂപിച്ച് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോളും. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളെ സഹായിക്കുകയോ അല്ലെങ്കിൽ അറിവ് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് വഴിവിളക്കാകുകയോ ചെയ്യുന്ന നിങ്ങളുടെ മുൻകാല ദോഷങ്ങളെ ഇല്ലാതാക്കുക. അതായത് നിങ്ങൾക്ക് എന്തോ പണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും മുതിർന്ന ആളുകൾ, നിങ്ങളുടെ പരമ്പരയിലുള്ള ആരെങ്കിലും നിങ്ങൾ വർഷങ്ങളായിട്ട് കാണാതെ വരികയോ അവർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പോയിട്ട് അവരെ പോയി കാണുക. നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് സന്ദർശിക്കുക. അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ, അല്ലാതെ ഇതിനു വേണ്ടി മാത്രം എന്നല്ല ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലുണ്ടാകുന്ന പല വേക്കൻസികളുടെയൊക്കെ അറിയിപ്പുകൾ പലപ്പോഴും കിട്ടും. ഇൻറ്റേർണൽ ജോബ് റെഫറൻസ് ഇപ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും.
അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ജോലി ആഗ്രഹിച്ച് കിടക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു എൻട്രി കിട്ടുന്നില്ലെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പലർക്കും അതിനെക്കുറിച്ച് പല അജ്ഞതകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത്തരം അവസരങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ കൂടെ കടന്നു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുമായിട്ട് നിങ്ങൾ അത് പങ്കുവെച്ച് കൊടുക്കുക. ഒന്നും വേണ്ട, നിങ്ങളൊരു പക്ഷേ ഒരു ഹൗസിംഗ് കോളനിയിലായിരിക്കും താമസിക്കുന്നത്. അവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്ലാറ്റിൽ താമസിക്കണം, അവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഇടാം, അല്ലെങ്കിൽ അതിൻ്റെ വാട്സാപ്പിൽ മെസ്സേജിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ജോലി ഇത്തരം വരുവാണെങ്കിൽ ഇന്ന യോഗ്യതയുള്ള ആളുകൾക്ക് അത് പറ്റുന്നില്ല. അതൊരു വലിയൊരു സാമൂഹിക സേവനമാണ്. പ്രത്യേകിച്ച് ഒരു മുടക്കവുമില്ല. അവർക്കല്ല, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങളൊരു നിങ്ങളുടെ ഓഫീസിൽ ശുപാർശ ചെയ്യേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. കാരണം ഒരാൾക്ക് ജോലി മേടിച്ച് കൊടുക്കുന്നതിലും അത് വളരെ വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. കാരണം നമ്മളത് ദീർഘകാലത്തേക്ക് അവരുടെ ജീവിതത്തിന് നമ്മൾ മാറ്റം വരുത്തിയാണ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളൂ. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുൻകാല ദോഷങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും മികച്ചൊരു കാര്യം കൂടിയാണെന്ന് കാർമിക് ബ്ലോക്കേജസ് എന്ന് പറയാൻ പൊതുവെ അതിന് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അവരെയും കൂടി ഒന്ന് അറിയിച്ചോളും. ഇനി ജൂണിലെ ശുഭദിനങ്ങളൊന്ന് പരിശോധിക്കാം. അതായത് വളരെ അനുകൂലമായ ദിവസങ്ങൾ ജൂൺ 7, ജൂൺ 8, ജൂൺ 16, ജൂൺ 17, ജൂൺ 25. ഇതൊക്കെ നല്ല ദിവസങ്ങളാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ, നിങ്ങളുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇനി ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങളും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ജൂൺ 11, ജൂൺ 12 ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് ശാന്തത പാലിക്കുക. പ്രത്യേകിച്ച് വലിയ തർക്കങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ മാത്രമല്ല, നിങ്ങൾ റോഡിലൊക്കെ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ അമിതമായിട്ടൊന്നും പ്രതികരിക്കരുത്. സംയമനം പാലിക്കുക. കാരണം അറിയാമല്ലോ, ഇപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നിയന്ത്രണാതീതമായ അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു കാരണവശാലും പൊതുസ്ഥലത്ത് നിങ്ങളതൊന്ന് ഓർത്തോളൂ. ഇനി പൊതുവായി പറയുകയാണെങ്കിൽ 2026 ജൂൺ മാസം നിങ്ങൾക്ക് ഒരു വൈരക്കല്ല് പോലെ തിളങ്ങാൻ സാധിക്കുന്ന ഒരു മാസമാണ്. അതായത് എങ്ങനെയാണ് ഡയമണ്ട് ഉണ്ടാകുന്നത്? അത് ശരിക്കും കാർബണാണ് അല്ലേ? അത് കടുത്ത ഭൂഗർഭ സമ്മർദ്ദങ്ങൾക്ക് അത് വിധേയമാകുമ്പോഴാണ് ഒരു ഡയമണ്ടായിട്ട് മാറുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ഈ മാസം അതുപോലെ തന്നെ പ്രകാശപൂർണമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇനി പഴയ മിഥ്യാധാരണകൾ ഉപേക്ഷിക്കാനും നിങ്ങളുടെ ആശയവിനിമയ ശേഷി പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് ലോകത്തിന് കാട്ടിക്കൊടുക്കാനും നിങ്ങളോട് പ്രപഞ്ചം ആവശ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണെന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഞാനൊന്ന് പങ്കുവയ്ക്കട്ടെ. അതായത് വെറുതെ വെള്ളത്തിലേക്ക് നോക്കി നിന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കടൽ കടക്കുവാനാവുകയില്ല. പൂർണ്ണമായ ധൈര്യത്തോടെ മുമ്പോട്ട് ചൂടുവയ്ക്കുക. നിങ്ങളുടെ മികച്ച ബുദ്ധിശക്തിയെ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്. അതായത് നമ്മൾ കടൽ കടക്കാൻ അതിലേക്ക് നിന്നുകൊണ്ട് ആയില്ലല്ലോ. അത് കടക്കാൻ എന്താണ് മാർഗം? അതിനൊരു കപ്പൽ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് കാലെടുത്ത് വെച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ആളുകൾ വെച്ചതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഇത്രയും ആധുനികമായ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായത്. അപ്പോൾ ഈ ജൂണിലെ ഈ കാറ്റും മഴയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറഞ്ഞ മനോഹരമായൊരു ചക്രവാളത്തിന് വഴി തുറക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ടും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും കഴിവതും വേഗം ഞാൻ അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനൊരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഈ പേര്, നക്ഷത്രം, ജന്മദിനം, നിങ്ങളുടെ ജനിച്ച സമയം, ജനിച്ച സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ എന്താണ് നോക്കേണ്ട കാര്യം അതും കൂടെ ആ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ മതി. മലയാളത്തിലോ ഇംഗ്ലീഷിലോ അയച്ചോളൂ. അത് ഞാൻ പരിശോധിച്ച് കൃത്യമായിട്ട് മറുപടി മെയിലായിട്ട് തന്നെ തന്നോളാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി കേട്ടോ. ഞാൻ നോക്കിയിട്ട് സമയം പോലെ ചെയ്തോളാം. കഴിവതും പെട്ടെന്ന് തന്നെ ചെയ്തു തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.